എല്ലായിടത്തും കുറുവാ സംഘമല്ലേ? കുറുവാ സംഘത്തിന് നമുക്കൊരു പണി കൊടുത്താലോ? വാ. രാത്രി ഇതുപോലെ പൈപ്പ് തുറന്നിടും. പൈപ്പ് തുറക്കണ ശബ്ദം കേട്ടാൽ എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തിറങ്ങാൻ പാടില്ല. അവർ കൂടുതലും അടുക്കള വാതിൽ വഴിയായിരിക്കും കയറുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ അടുക്കള വാതിലിൻ്റെ അകത്ത് നമുക്കൊരു ചെറിയ പണി കൊടുക്കാം. ഉറങ്ങുന്നതിന് മുമ്പ് ഇതുപോലൊരു ഗ്ലാസ് വെക്കുക, ഡോറിൻ്റെ കുറ്റിയിട്ടേക്കുക. എത്ര വലിയ മോഷ്ടാക്കളാണെങ്കിലും പാതിരാത്രി ഇതുപോലൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവർ പേടിച്ചു പോകും, അവരിറങ്ങി ഓടും. മാത്രമല്ല നമുക്ക് അകത്ത് കിടന്ന് ഉറങ്ങുന്നവർക്ക് ഈ ശബ്ദം കേട്ട് എണീക്കാനും പറ്റും. ഒരുപാട് കോളിമ്പലടിക്കും, കുട്ടികൾ കരയുന്ന ശബ്ദം ഉണ്ടാക്കും, സ്ത്രീകൾ കരയുന്ന ശബ്ദം ഉണ്ടാക്കും. ഇങ്ങനെ പല ശബ്ദങ്ങൾ ഉണ്ടാക്കി നമ്മളെ പുറത്തിറക്കാൻ നോക്കും. ഇനി നമുക്ക് നോക്കിയേ പറ്റുമെന്നാണെങ്കിൽ എന്ത് ചെയ്യുക? ഇതുപോലെ ജനൽ തുറക്കുക. ജനൽ തുറന്നതിന് ശേഷം പുറത്തേക്ക് നോക്കുക. റൂമിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് ഇട്ടേക്കുക. അപ്പോൾ പുറത്തുകൂടി പോകുമ്പോൾ അവർ കയറാൻ ഉദ്ദേശിക്കുന്ന വീടാണെങ്കിൽ ഈ ലൈറ്റ് കിടക്കണ കാണുമ്പോൾ എന്ത് പറ്റും? ആ വീട്ടിൽ അവർ ഉറങ്ങിയിട്ടില്ലെന്ന് വിചാരിക്കും. മുൻവശത്തെ പുറകിലത്തെ ലൈറ്റ് എപ്പോഴും ഇട്ടേക്കുക. 112 112. എന്ത് എമർജൻസി ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക? 112 വിളിക്കുക. ഉടനെ പോലീസുകാർ സ്ഥലത്തെത്തും.